ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഒരുപക്ഷെ നമുക്ക് കണക്കാക്കാവുന്നത് ഇന്ത്യ എക്കാലത്തും ഏറ്റവും വലിയ ഭീകരരായി പ്രഖ്യാപിച്ചിട്ടുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളൊക്കെ ഭീകരരായി പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിൻ്റെയും ഹാഫിസ് സെയ്ദിൻ്റെയും ആസ്ഥാനങ്ങൾക്ക് നേരെ നടന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണമാണ്. അതിൽ മസൂദ് അസർ കൊല്ലപ്പെട്ടു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മസൂദ് അസർ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തോന്നുന്നു. അയാളെ ഈ ISI വേറെ എങ്ങോടെങ്കിലും മാറ്റിയിട്ടില്ലെങ്കിൽ. പക്ഷേ ഹാഫിസ് സെയ്ദിനെ മാറ്റി നമ്മൾ കേട്ടിരുന്നു. അതെ, അത് കേട്ടിരുന്നു. ഇത് പിന്നെ കന്റോൺമെന്റിന്റെ ഒക്കെ അടുത്താണ് ഇവരുടെ ഈ താവളങ്ങൾ. ഇയാളെ സുരക്ഷിതമായി കാക്കണം എന്നൊക്കെ പട്ടാളം തീരുമാനിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ വാർത്തകളിൽ അയാളുടെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. സഹോദരിയും അളിയനും കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇയാളുടെ ഓഫീസ് വേറെയും പിന്നെ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് വേറെയും ആയിട്ടാണ് ഈ ബഹവൽപൂരിൽ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പഴയ സ്ട്രക്ചറിലാണ് ഇയാളുടെ താമസം. പുതിയ ക്വാർട്ടേഴ്സ് ഭാഗത്തൊന്നുമല്ല. മോസ്കൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് ഇയാൾ താമസിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്തായാലും ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല പാകിസ്ഥാൻ എന്നുള്ള ഉറപ്പാണ്. നമ്മൾ മോക്ക് ഡ്രില്ലും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകും. അതെ, ഇന്ത്യ ഇങ്ങനെ തയ്യാറായി വരുന്നതേ ഉള്ളൂ എന്നൊരു തോന്നലായിരുന്നു. അപ്പൊ അതുകൊണ്ട് 4 മണിക്കാണ് മയ്യത്ത് നമസ്കാരം എന്നാണ് പറയുന്നത്, വൈകിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും ശരിക്കും ഈ അസർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ. അസറും മറ്റേ ആളും ഹാഫിസ് സയ്യിദും കൊല്ലപ്പെടണം എന്നുള്ളത് നമ്മുടെ ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങളിൽ അമേരിക്കയിൽ താല്പര്യമുള്ളവരാണ്. ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. മാത്രമല്ല, നമ്മൾ പഴയ ആക്രമണങ്ങൾക്ക് കൂടി പകരം വീട്ടിയിരിക്കുന്ന ആക്രമണമാണ് ഇത്. പഴയ പാർലമെന്റ് ആക്രമണവും എല്ലാത്തിനും. കാരണം ഇതിനു മുമ്പ് പുൽവാമ നടന്നപ്പോഴും അതൊരു വളരെ നിയന്ത്രിതമായിട്ടാണല്ലോ. നമ്മൾ 10 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ പോയിട്ടുള്ളൂ. ഇത് 100 കിലോമീറ്റർ പോയില്ലേ അങ്ങോട്ട്. ശരിക്കും ഉള്ളിൽ കയറി തന്നെ തട്ടിയിട്ടുണ്ട്. കൃത്യതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. റഫാൽ വിമാനങ്ങളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. രാത്രി പോലും പ്രവർത്തിക്കുന്ന ഗൈഡഡ് മിസൈലുകളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബഹവൽപൂർ പാകിസ്ഥാനിലെ 12ാമത്തെ വലിയ നഗരമാണ്. 400 കിലോമീറ്റർ ലഹോറിൽ നിന്ന്. ജയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം നമ്മുടെ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ. അതെ, 100 കിലോമീറ്റർ. അപ്പോൾ ഇയാളുടെ സ്ഥലം ജാമിയ മസ്ജിദ് സുബാനുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നതാണ്. അതിന് ഉസ്മാനോ അലി ക്യാമ്പസ് എന്നും പറയാറുണ്ട്. 18 ഏക്കർ എന്ന് പറയുന്നുണ്ട്. ഏക്കർ കണക്കിൽ പല സ്ഥലത്തും പല വ്യത്യാസങ്ങളുണ്ട്. 24 എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. അസർ ഇവിടെ തന്നെയാണ്, ഈ ബഹവൽപൂരിൽ തന്നെയാണ് അയാൾ ജനിച്ചത്. 2002 ഇയാളുടെ ഈ ജയ്ഷെ മുഹമ്മദ് നിരോധിച്ചിരുന്നതാണ്. പക്ഷേ നിരോധിച്ചു എന്നുള്ളതും ഇയാളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കടലാസിൽ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിൽ 35 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു എന്നൊക്കെ പറയുന്നതും ഒക്കെ. 31 കോർ കന്റോൺമെന്റിന്റെ തൊട്ടടുത്താണ് ഇയാളുടെ ഈ കോംപ്ലക്സ്. അത് ഈ ഒരു രഹസ്യ ആണവ കേന്ദ്രത്തിൻ്റെയും അടുത്താണ് ഇയാളുടെ ഈ സ്ഥാപനം. മോസ്കും മദ്രസയും ചേർന്നതാണ് ഇയാളുടെ ഈ പരിപാടി. അൽ റഹ്മത്ത് ട്രസ്റ്റ് ഫണ്ട് ആണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. അൽ റഹ്മത്ത് ട്രസ്റ്റ് അത് അയാളുടെ തന്നെയാണ്. അപ്പോൾ അയാൾക്ക് ട്രസ്റ്റിന്റെ പേരിലാണല്ലോ, അല്ലാതെ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ പേരിൽ പണം അയക്കാൻ പറ്റില്ല. അയാൾക്ക് വേണ്ടി അയാൾ തന്നെ കാശ് മുടക്കുന്നു. അതെ, ഇപ്പൊ മലപ്പുറത്ത് നിന്നൊക്കെ ആർക്കെങ്കിലും കാശ് അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റിനെ അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. 2011 വരെ ചെറുതായിരുന്നു ഇയാളുടെ ഈ കോംപ്ലക്സ് സമുച്ചയം എന്ന് പറയുന്നത്. അടുത്ത കൊല്ലം തന്നെ ഇത് പണി വലിയ തോതിൽ നടക്കാൻ തുടങ്ങി. 2011 വലിയ ആക്രമണങ്ങളൊക്കെ നടന്നാണല്ലോ ലോകത്ത്. പിന്നെ ഇയാൾക്ക് പണം വരാൻ തുടങ്ങി. ഇയാൾ ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തനാണ് എന്നറിയുന്നതുകൊണ്ട് അതിൽ ആഹ്ലാദം പൂണ്ടവര് ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികളും ഒക്കെ ഇയാൾക്ക് പൈസ അയച്ചു. 1 കൊല്ലം കൊണ്ട് വലിയ വലിപ്പം വെച്ചു. ഉപഗ്രഹ ചിത്രം അനുസരിച്ചിട്ടാണ് ഇയാൾ ഇത് എത്ര വലിപ്പമുണ്ടെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണിത് ഇത് വലുതാക്കുന്നതായിട്ട് കാണാം. കൂട്ടിച്ചേർത്ത് ഒരു വലിയ സമുച്ചയമായിട്ട് മാറുകയാണ്. 600 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ എന്നുള്ളത് ഈ കൊട്ടേഷൻ മാർക്കിൽ ഇടണം. കാരണം
അവര് ടെററിസ്റ്റുകളായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന അതെ അതെ ആളുകളാണ്. ഭീകരവാദം പഠിപ്പിക്കുന്ന സ്ഥലം. അതെ, അതിന്റെ വിദ്യാർത്ഥികൾ, ഭീകരവാദ വിദ്യാർത്ഥികൾ. നീന്തൽക്കുളം ഉണ്ട് അവിടെ, കുതിരകള്, ജിംനേഷ്യം, കുതിരകളുടെ ലായം ഒക്കെ ഉണ്ട് അവിടെ. ഇത് 1999 ഡിസംബർ 24 5 ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ആളുകൾ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയി 190 ഖാണ്ടഹാറിലേക്ക്. 190 യാത്രക്കാരുണ്ടായിരുന്നു. അപ്പം മസൂദ് അസർ, ഒമർ ഷെയ്ഖ്, മുഷ്താഖ് ബർഗർ ഇത്രയും പേരെ വിട്ടയക്കണം, എന്നാൽ റാഞ്ചികളെ വിട്ടുതരാം എന്നുള്ളതായിരുന്നു ഡിമാൻഡ്. അന്ന് ധോവലൊക്കെ ചെറിയ പദവിയിലുള്ള ആളാണ്. പക്ഷേ ധോവലിൻ്റെ കഥയിൽ പറയുന്നത് ധോവലിന് ഈ വിട്ടുകൊടുത്തതിലൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കഴിവുകേടായിട്ടാണ് അത് ചരിത്രത്തിൽ കിടക്കുന്നത്. നമ്മൾ ഓപ്പറേഷൻ ഒന്നും നടത്തിയില്ല, വേണമെങ്കിൽ മൊസാദിനോട് ചോദിച്ചിരുന്നെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ കഴിയും, ചിലപ്പോൾ ചെയ്തതും തന്നെയാണ് അവർ. അപ്പോൾ അസർ 1968 ജനിച്ചത് ഈ ബഹവൽപൂരിൽ. 1994 അയാളെ ശ്രീനഗറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അനന്തനാഗില് അയാള് ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ പരിപാടികളൊക്കെ, മറ്റേ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മുടെ ജയിലിൽ നിന്ന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ആ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഓസ്ട്രോം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണപുരത്ത് കഥകളി പഠിച്ചിരുന്ന ആ ഓസ്ലോയിൽ നിന്ന് വന്ന നാടക സംവിധായകൻ ഉൾപ്പെടെയുള്ള 6 പേരെ തട്ടിക്കൊണ്ടുപോയിരുന്നത് ഇയാളെ വിടണം എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് ഇയാളെ വിട്ടില്ല, നമ്മള് കശ്മീരിലെ ജയിലിൽ നിന്ന് വിട്ടില്ല. പിന്നെയാണ് ഈ വിമാനം റാഞ്ചി കൊണ്ടുപോയിട്ട് ഇയാളെ വിടിയിക്കുന്നത് അവര്. അപ്പോൾ 1994 ഇവിടെ അറസ്റ്റ് ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഹർക്കത്തുൽ മുജാഹിദ്ദീനിലെ അംഗമായിരുന്നു അയാൾ. അത് വിട്ട ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നത്. അതൊരു ദിയോബന്ദി പ്രസ്ഥാനമാണ്. ദിയോബന്ദ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. തീവ്രവാദ പ്രസ്ഥാനമാണ്, ജിഹാദ് നടത്താനുള്ളത്. 2000 മുതൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഈ ലോകത്തിനെ മോചിപ്പിക്കാനും ഇസ്ലാമിലൂടെ ജിഹാദ് നടത്താനും. ജമ്മു കശ്മീർ നിയമസഭയിൽ നടന്ന ആക്രമണം അത് ഇവർ നടത്തിയതാണ്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ പട്ടാളം, ആർമി ഓഫ് മുഹമ്മദ് എന്നാണ്. 2000 ജനുവരി 31 കറാച്ചിയിലുണ്ടായി ഈ പ്രസ്ഥാനം എന്നാണ് കരുതുന്നത്. ബിൻ ലാദന്റെ അനുഗ്രഹം തേടാനായിട്ട് ഇയാള് അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്നു. പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ ഗുരുഭൂതന്മാരെയൊക്കെ കാണണമല്ലോ, അങ്ങനെ കണ്ടിരുന്നു. ട്രെയിനിങ് ക്യാമ്പുകൾ ഖൈബർ പക്തൂൺവയിലും POKയിലും ആണ്. ഇയാൾ താമസിക്കുന്നത് ബഹവൽപൂരിലാണെങ്കിലും ട്രെയിനിങ് ക്യാമ്പുകൾ ഇവിടെയൊക്കെയായിരുന്നു. അവിടെയൊക്കെ കയറിയാണ് നമ്മൾ ആക്രമണം നേരത്തെ നടത്തിയത്. അപ്പോൾ ലാഹോറിൽ തന്നെ കേന്ദ്രീകരിക്കാനാണ് ISI അയാൾ ഉപദേശിച്ചിരുന്നത്. പുൽവാമ കഴിഞ്ഞിട്ട് ഈ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇയാളുടെ താവളം, അവിടുത്തെ പട്ടാളമൊക്കെ സംരക്ഷണത്തിൽ അവരുടെ പട്ടാളക്കാരും ഒക്കെ ഉണ്ട്, ഇയാളുടെ സ്വകാര്യ പട്ടാളവും ഒക്കെ ഉണ്ട്. 2000 ഏപ്രിൽ കശ്മീർ ചാവേർ അറ്റാക്ക് അഹമ്മദ് ഷാ എന്ന് 17 വയസ്സുള്ളൊരു ചെക്കൻ ചാവേറായിട്ട് ആക്രമണം നടത്തിയിരുന്നു നമ്മുടെ 15 കോർ ഹെഡ് ക്വാർട്ടേഴ്സിൽ. ബദാമി ഭാഗ് 4 ഭടന്മാർ പട്ടാളക്കാരെ ഈ 17 വയസ്സുള്ള ചാവേർ കൊലപ്പെടുത്തിയിരുന്നു. അത് ആദ്യകാലത്തെ ആക്രമണങ്ങളിൽ പെടും. നിയമസഭ ആക്രമിച്ച് 30 പേര്. പിന്നെ പത്താൻകോട്ട് 3 പേര് കൊല്ലപ്പെട്ടു. പത്താൻകോട്ട് നമ്മുടെ താവളം, വ്യോമതാവളം. 2016 തന്നെയാണ് സെപ്റ്റംബറിൽ യുറിയിലെ ബ്രിഗേഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ 9 പേര് കൊല്ലപ്പെടും. അതെ, നമ്മൾ ഓർക്കേണ്ട വേറെ കാര്യമുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമയുണ്ടല്ലോ എമ്പുരാനകത്ത് ലോകത്തിലെ അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള മസൂദ് അസറിൻ്റെയും ഹാഫിസ് സെയ്ദിൻ്റെയും പേരുകൾ ചേർത്തിട്ടാണ് സെയ്ദ് മസൂദ് എന്നുള്ള ഒരു നായകനെ ഉണ്ടാക്കിയത്. അത് ഞാനിപ്പോൾ പരിശോധിക്കുകയായിരുന്നു, നമ്മുടെ സിനിമാ രംഗത്ത് നിന്ന് ആരൊക്കെ ഈ ഇന്ത്യയുടെ ഈ ഓപ്പറേഷനെ പിന്തുണച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് പൃഥ്വിരാജിൻ്റെ പേര് കണ്ടിട്ടില്ല, മുരളി ഗോപിയെ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാത്തിനും പ്രതികരിക്കണമെന്നോ അല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാം. അവരുടെ പേര് എങ്ങനെ കാണും? കാരണം ആ സിനിമയുടെ സന്ദേശം മൊത്തത്തിൽ നോക്കിയാൽ എല്ലാം പരാജയപ്പെടുന്നു.
ഹിന്ദുത്വ പരാജയപ്പെടുന്നു, കോൺഗ്രസ് പരാജയപ്പെടുന്നു, ക്രിസ്ത്യാനികളൊക്കെ പരാജയപ്പെടുന്നു. അവസാനം നമ്മളെ രക്ഷിക്കാനായിട്ടൊരു ഇസ്ലാമിക ചെകുത്താൻ വരുന്നു. ഇതാണല്ലോ. അല്ല, നമ്മുടെ സിനിമാക്കാര് ഈ ഇപ്പം ലക്ഷദ്വീപിന് വേണ്ടിയിട്ടും ഇപ്പം മമ്മൂട്ടിയുണ്ട്, മമ്മൂട്ടിയുടെ മകനെ കാണാനില്ല. ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ പോസ്റ്റിട്ട ആളാണ് ദുൽഖർ. അതും നമ്മൾ പറയണം.